കൊൽക്കത്തയിൽ പ്രതിഷേധം തുടർന്ന ജൂനിയർ ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. ആരോഗ്യവകുപ്പ് ഡയറക്ടറെയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറെയും അവർ നീക്കിക്കഴിഞ്ഞു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ഉടൻ മാറ്റുമെന്നാണ് അറിയുന്നത്. സമരം പിൻവലിക്കുന്നത് കൂടിയാലോചിച്ച് അറിയിക്കാമെന്ന് ജൂനിയർ ഡോക്ടേഴ്സ് അറിയിച്ചു. ഇന്നലെ 1.5 മണിക്കൂറോളം ദൈർഘ്യത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഒടുവിലാണ് ഈ തീരുമാനമൊക്കെ വന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. SKN ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. കൊൽക്കത്ത ആർജിക്കോർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ. സുപ്രീം കോടതിയിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ബംഗാൾ സർക്കാരിന് മുകളിലുണ്ടായിരുന്നു. തുടർന്നാണ് തുടർച്ചയായി 5ാം വട്ടവും ചർച്ചയ്ക്കായി ഡോക്ടേഴ്സിനെ മമതാ ബാനർജി ഇന്നലെ വൈകിട്ട് 5 മണിക്ക് വിളിച്ചത്. ചർച്ചകൾ ഏതാണ്ട് 1 മണിക്കൂർ 45 മിനിറ്റോളം നീണ്ടുനിന്നു. ഈ ചർച്ചകളിൽ ഡോക്ടേഴ്സ് മുന്നോട്ട് വെച്ചത് പ്രധാനമായും 4 ആവശ്യങ്ങളാണ്. 4 ഉദ്യോഗസ്ഥരെ മാറ്റണം എന്നുള്ളതാണ്. അതിൽ ആരോഗ്യ സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവരെയും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെയും മാറ്റണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ ഡോക്ടേഴ്സിന്റെ 99% ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നാണ് ചർച്ചയ്ക്ക് ശേഷം ബംഗാൾ സർക്കാർ അറിയിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജി അർദ്ധരാത്രിക്ക് ശേഷം ഇക്കാര്യം പരസ്യമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ആരോഗ്യ സെക്രട്ടറി ഒഴികെ മറ്റ് 3 പേരെയും മാറ്റാൻ തീരുമാനിച്ചു. 2 പേരെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ഉടനടി മാറ്റി. എന്നാൽ വിനീത് ഗോയലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആണ് നൽകിയിരിക്കുന്നത്. പകരം ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചുമതലയേൽക്കും. തുടർന്ന് വിനീത് ഗോയലിനെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. രേഖാമൂലം തന്നെയാണ് ഈ ഉറപ്പുകൾ. ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഒപ്പുവെച്ചതാണ് ഈ രേഖ എന്നുള്ളത്. ഒറ്റ ആവശ്യം മാത്രമാണ് മമതാ ബാനർജി ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്: സമരം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ മുൻ ഉപാധി അനുസരിച്ച് ചർച്ചകൾക്ക് ശേഷം പലയിടങ്ങളിലായി പ്രതിഷേധിക്കുന്ന മറ്റ് ജൂനിയർ ഡോക്ടേഴ്സുമായി ആലോചിച്ച ശേഷം സമരം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഈ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. ആ തീരുമാനം ഇനിയും വന്നിട്ടില്ല. സുപ്രീം കോടതി ഇന്ന് ആ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആർജിക്കോറിൽ സ്വമേധയാ സുപ്രീം കോടതി എടുത്ത കേസ് ഈ ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രധാനമായും അന്വേഷണ പുരോഗതി ഉൾപ്പെടെ CBI ധരിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ CISF ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൗകര്യങ്ങൾ, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ബംഗാൾ സർക്കാരും സുപ്രീം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട്. SKN നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നലെ 1.5 മണിക്കൂറോളം ഈ കൊൽക്കത്തയിലെ കാർ മെഡിക്കൽ കോളേജിലെ കുട്ടികളുമായി നടത്തിയ ജൂനിയർ ഡോക്ടേഴ്സുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ചില ആളുകളെയൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നു. സമരം പിൻവലിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു എന്നാണ് ബൽറാം പറയുന്നത്. വിനോദ് PT പറയുന്നത് മറ്റ് ചാനലുകൾ ഈ ദുരന്തത്തെ, അതായത് വയനാട് ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിച്ചതുപോലെ 24 ചെയ്യില്ല. തീർച്ചയായിട്ടും വയനാട് പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചൂരൽമലയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഹൃദയം പിളർന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നത്. നമുക്കൊരിക്കലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല, ഇതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കാനും പാടില്ല. എന്നാൽ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെ ചെലവായ തുകയുടെ കണക്ക് പ്രസിദ്ധീകരിച്ച് കുറച്ചുകൂടെ സുതാര്യത ഭരണത്തിനുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനാവശ്യമായ വിവാദങ്ങൾ കത്തിപ്പടരാനും അതുവഴി കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാനും ഒക്കെ കാരണമായേക്കാവുന്ന ഈ ദുസ്ഥിതി മാറ്റേണ്ട പ്രാഥമിക ജോലി സംസ്ഥാന സർക്കാരിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീന മുഹമ്മദ് പറയുന്നു, മോളും ഭർത്താവും വിരുന്ന് വരും എന്ന കാരണത്താൽ മരുമോളെ ഓണ ദിവസം വീട്ടിൽ വിടാത്ത അമ്മായിയമ്മയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? വളരെ മോശം, വളരെ മോശം. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മായിമാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. നാട്ടിൻപുറത്തൊക്കെ ചില നമ്മുടെ ഈ ടെലിവിഷൻ പരമ്പരകളെ കാണുന്ന പോലെ ചില അമ്മായിമാരുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ പൊതുവേ ഈ അമ്മായിമ്മ മരുമോൾ പോരിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ.